ഹലോ ഗൈസ്, ഐ എം അനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് LBSൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഇപ്പോൾ കറക്ഷൻ ടൈം എല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം ആപ്ലിക്കേഷനെല്ലാം കൺഫേം ചെയ്ത് റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ട്രയൽ റാങ്ക് ലിസ്റ്റും പിന്നീട് ഫൈനൽ റാങ്ക് ലിസ്റ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാം. പകുതി കാണുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുഴുവനായി മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇനി അടുത്തതായിട്ട് വരുന്നത് ട്രയൽ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. ട്രയൽ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക്, അതായത് സ്റ്റേറ്റ് മെറിറ്റ് വരുന്ന ഒരു റാങ്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ റിസർവേഷൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് കാറ്റഗറി ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ കാറ്റഗറിയിൽ വരുന്ന റാങ്ക് ലിസ്റ്റ് കാണും. അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട, NRI കോട്ട, അങ്ങനെയുള്ളവർക്ക് ആ കോട്ട റാങ്ക് ലിസ്റ്റുകളും കൂടെ കാണുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈൽ, റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നോക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും കാറ്റഗറി റാങ്കും കാണാൻ സാധിക്കും. ആ ഒരു റാങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ, മിസ്റ്റേക്ക് ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് LBS ആയിട്ട് കോൺടാക്റ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാം. അതിനുശേഷമായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആ ഒരു റാങ്കും കാര്യങ്ങളും ആയിരിക്കും നിങ്ങളുടെ ശരിക്കുമുള്ള റാങ്ക് എന്ന് പറയുന്നത്. റാങ്ക് ലിസ്റ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ +2 PCB, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലുള്ള മാർക്സ് എല്ലാം അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരേ മാർക്ക് അല്ലെങ്കിൽ ടൈ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ LBS അത് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് അത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻറ്റേജ്, അതായത് +1 പെർസെൻറ്റേജും +2 പെർസെൻറ്റേജും കൂടെ എടുക്കും. എന്നിട്ടൊക്കെ ആയിരിക്കും റാങ്ക് തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ട്രയൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം LBSനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ടായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്ന ആ ഒരു റാങ്കിൻ്റെ ബേസിൽ, ആ കാറ്റഗറി റാങ്കിൻ്റെയും ആ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൻ്റെയും ബേസിലായിരിക്കും നിങ്ങൾക്ക് ഓരോ കോളേജിലും അഡ്മിഷൻ ലഭിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇനി വരുന്നത് ട്രയൽ റാങ്ക് ലിസ്റ്റ്, അത് കഴിഞ്ഞ് ഫൈനൽ റാങ്ക് ലിസ്റ്റ്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമായിരിക്കും നമ്മൾ കോളേജ് ഓപ്ഷൻസും കോഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് എത്ര കോഴ്സുകൾ വേണമെങ്കിലും അതേപോലെ തന്നെ എത്ര കോളേജുകൾ വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഇന്ന കോഴ്സിനാണ് പോകാൻ താല്പര്യം, അതാദ്യം, പിന്നീടുള്ളത് ബാക്കി ആയിട്ട് അങ്ങനെ വേണം വയ്ക്കാൻ. അങ്ങനെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ, കോഴ്സും രജിസ്റ്റർ ചെയ്തതിന് ശേഷം അടുത്തത് വരുന്നത് അലോട്ട്മെൻറ്റാണ്. ആദ്യത്തെ 3 അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും കോളേജ് ജോയിനിങ് ഉണ്ടാവുക. അപ്പോൾ ഓരോ അലോട്ട്മെൻറ്റിനും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ടോക്കൺ ഫീസ് അടയ്ക്കാം. കോളേജ് ചെന്ന് ജോയിൻ ചെയ്യേണ്ടത് ആദ്യത്തെ 3 അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും. അപ്പോൾ ടോക്കൺ ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സീറ്റ് നഷ്ടപ്പെട്ടു പോവുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പിന്നീട് തുടരാൻ സാധിക്കാതിരിക്കും വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീസ് അടച്ചിടുക. എന്നിട്ട് കോളേജ് ഇഷ്ടമില്ലെങ്കിൽ ഹയർ ഓപ്ഷൻ കൊടുത്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പോൾ നല്ല മാർക്കുള്ളതിനനുസരിച്ച് ഗവൺമെൻറ് കോളേജുകളും സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഏതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഇരുന്ന് കോളേജെല്ലാം അറേഞ്ച് ചെയ്യുക. കോളേജ് ഓപ്ഷൻസ് എങ്ങനെയാണ്, ഏതൊക്കെ റാങ്ക് ഉള്ളവർക്ക് ഏതൊക്കെ കോളേജിൽ കിട്ടും എന്നുള്ള വീഡിയോ ഞാൻ ഇതിന് തൊട്ടുമുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ചെന്ന് കാണാം. പിന്നെ ഇപ്പോൾ CPASൻ്റെ റാങ്ക് ലിസ്റ്റെല്ലാം വന്ന് കൗൺസിലിംഗ് മെമ്മോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കോഴ്സിൻ്റെയും തന്നെ മെമ്മോ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിന് മാത്രം നിങ്ങൾ ചെന്ന് ജോയിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കൗൺസിലിങ്ങിന് പോയെന്ന് വെച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അവിടെ വരുന്ന കുട്ടികൾ ആ കോഴ്സിന്, ആ കോളേജിലോട്ട് വന്നിരിക്കുന്ന കുട്ടികളുടെ റാങ്കും മറ്റ് കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ താല്പര്യമുള്ള കോഴ്സിന് മെമ്മോ വരുമ്പോൾ മാത്രം ചെന്ന് ജോയിൻ ചെയ്താലും മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.